വന്യമൃഗാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതാധികാര സമിതി യോഗം ചേരും. നാളെ രാവിലെ 10:30-ക്കാണ് യോഗം. യോഗത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. ഉദ്യോഗസ്ഥരടങ്ങിയ സമിതിയും യോഗത്തിൽ പങ്കെടുക്കും. കക്കയത്ത് കാട്ടുപോത്തിനെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കഴിഞ്ഞയാഴ്ച രൂപീകരിച്ച ഉന്നതാധികാര സമിതി യോഗം നാളെ വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി, വനം മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, റവന്യൂ പട്ടികജാതി ക്ഷേമ മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അക്രമ സംഭവം ആവർത്തിക്കുന്നതിനാൽ പ്രതിരോധ നടപടി ഫലപ്രദമാക്കും. നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത്. നഷ്ടപരിഹാരം നൽകുന്നതിനും മറ്റുമായി 2 ഇനങ്ങളിലായി 12 കോടി രൂപയും 18 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും നഷ്ടപരിഹാരം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഫണ്ട് നബാർഡിൻ്റെ സാമ്പത്തിക സഹായം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ച പദ്ധതികൾ സമയബന്ധിതമായി തീർക്കുമ്പോൾ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടാനാണ് സാധ്യത. അതിരപ്പിള്ളിയിലെ ആനയെ അവശനിലയിലാണ് കണ്ടെത്തിയതെന്നും കോടനാടു നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തി ആനയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപോത്തിനെ പിടിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. കാട്ടുമൃഗങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. എന്നാൽ അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ മാത്രമേ വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ. അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഉദാസീനത കാണിക്കുന്നുണ്ട് എന്നത് ഇപ്പോഴത്തെ നിലയിൽ അവരുടെ കഠിനാധ്വാനത്തെ നേരിൽ കണ്ടിട്ടുള്ള ആർക്കും പറയാൻ കഴിയില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.